നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി, അത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. വേറൊരു കൂട്ടർ നിലകൊള്ളുമ്പോ അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി, സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ്. ഈ 10,000-കണക്കിന് മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. ഇത് നാം മനസ്സിലാക്കണം. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വൈകി വന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല. 974 മുതൽക്ക് ഞാൻ കെ റഹ്മാൻ പറ്റി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം 10, 20, 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത്. അങ്ങനെയാണല്ലോ. വണ്ടിയിൽ വൈകി കയറി, എടുത്ത ബൈക്കിന് കയറി, അവ എന്നാ അങ്ങോട്ട് വിടുന്ന് പറയാൻ പറ്റൂല. ആദ്യം കയറിയവരുണ്ടാവും, അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്. ഇവിടെ എന്തു സംഭവിച്ചു? ഒരു പ്രശ്നമുണ്ടായപ്പോൾ സമസ്ത 289-ൽ 2 അങ്ങനെ മറുചേരിയിലുള്ളവർക്ക് വളരെ വലിയ ശക്തിയാണ്. രാജ്യത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ അവരെ കൂടെയുണ്ട്. സാമ്പത്തിക ശേഷി അവർക്കുണ്ട്. ഗൾഫ് മുഴുവനും നടന്ന് പിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും യഥാർത്ഥ സമസ്തയ ശംസുൽ ഉലമയും കണ്ണിയത്തും ഒക്കെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സമസ്തക്കെതിരിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേറൊരു സംഘടന രൂപീകരിച്ചു. അവർ മദ്രസകൾ രൂപീകരിക്കുന്നു, പള്ളികൾ ഉണ്ടാക്കുന്നു. ആ സമയത്ത് എന്തു ചെയ്യും? സമസ്തയെ അടിയുറപ്പിച്ചു നിർത്തണം. സമസ്ത ഇവിടെ എന്നും ഉണ്ടായിരിക്കണം. ആ കൂട്ടൊരു സമ്മേളനം നടത്തി. എറണാകുളത്ത് സ്റ്റേറ്റ് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന് വമ്പിച്ച പ്രചാരണം നടത്തി. ആ സമ്മേളനത്തിലേക്ക് നമ്മുടെ മഹല്ലുകളെയും നമ്മുടെ സുന്നികളെയും എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ അങ്ങ് പോയാൽ അപകടമാണ്. സമസ്ത തകരും. സമസ്ത നമ്മൾ നിലനിർത്തും, പക്ഷേ നാം അതിനു വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. ശംസുൽ ഉലമ എന്തു പറഞ്ഞു? ആ സമ്മേളനത്തിന് ആരും, സുന്നത്ത് ജമാഅത്തിന്റെ ആരും പോകരുത് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു അദ്ദേഹത്തെ വിളിച്ചു. ശംസുൽ ഉലമ പറഞ്ഞു, തങ്ങളെ, ഈ കൂട്ടരുടെ സമ്മേളനത്തിന് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ഒരാളും പോകാൻ പാടില്ല. അങ്ങനെ തങ്ങൾ അവർ പ്രമേയം, മുസ്ലിം ലീഗിന്റെ പ്രമേയം അവതരിപ്പിച്ചു. ഈ സമ്മേളനത്തിന്, എറണാകുളത്ത് സമ്മേളനത്തിന് നമ്മൾ ആരും പോകാൻ പാടില്ല, സുന്നികൾ ആരും പോകാൻ പാടില്ല. എന്തുണ്ടായി? ഒരൊറ്റ മഹല്ലിൽ നിന്നും ഒരു വണ്ടി പോയില്ല. പിന്നീട് മദ്രസകൾ